ഗുജറാത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസിൽ പ്രതികളാണെന്നും 6 ലക്ഷം രൂപ നൽകിയാൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നും ഒരു ഓഫർ കിട്ടി. കുറുപ്പുംപടി സ്റ്റേഷനിലെ ഗ്രേഡ് SI അടക്കം 4 പോലീസുകാരാണ് ഈ പദ്ധതി തയ്യാറാക്കി ഓഫർ നൽകിയത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം റൂറൽ SP ഈ 4 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്ത് ഇന്ന് ഉത്തരവിറക്കിയിട്ടുണ്ട്. പണം വാങ്ങിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസും കുറുപ്പുംപടി സ്റ്റേഷനിൽ പരിശോധന നടത്തി. 2 ദിവസങ്ങളിലായി 3 വ്യത്യസ്ത സംഭവങ്ങളിൽ 6 പോലീസ് ഉദ്യോഗസ്ഥരാണ് എറണാകുളത്ത് മാത്രം സസ്പെൻഷനിൽ പോയത്. എറണാകുളം റൂറലിലെ കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലെ 4 പോലീസ് ഉദ്യോഗസ്ഥരാണ് സസ്പെൻഷനിൽ പോയിരിക്കുന്നത്. അബ്ദുൾ റൌഫ്, സഞ്ജു, ഷക്കീർ, ഷഫീഖ് എന്നിവരാണ് ഇവർക്കെതിരെയുള്ള നടപടിക്ക് കാരണമായി പറയുന്നത് വളരെ ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരാതികളുമാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഇന്ന് ആ കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിൽ മിന്നൽ പരിശോധനയും നടത്തിയിരുന്നു. പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ നിന്ന് പോലീസ് സംഘം ഒരു സൈബർ തട്ടിപ്പ് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറുപ്പംപടിയിലെത്തിയിരുന്നു. അപ്പോൾ കുറുപ്പംപടി സ്റ്റേഷനിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ സഹായത്തിനായി വിട്ടു നൽകുകയും ഉണ്ടായി. അങ്ങനെ ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം എത്തിയ അക്കൗണ്ടിലുള്ള ആളെ തിരഞ്ഞ് എത്തി. അങ്ങനെ ആ വ്യക്തിയെ ചോദ്യം ചെയ്തപ്പോൾ ഒരു പെരുമാനി സ്വദേശിയിലേക്ക് അന്വേഷണം നീണ്ടു. അങ്ങനെ ഈ പെരുമാനി സ്വദേശിയെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നു. ആ പെരുമാനി സ്വദേശിയോട് പറയുന്നു, ഈ ഗുജറാത്ത് പോലീസ് നിങ്ങളെ ഈ കേസിലേക്ക് പ്രതി ചേർക്കും, അതോടൊപ്പം തന്നെ അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നു. തുടർന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്ത് അവരിൽ നിന്ന് പണം തട്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഏകദേശം 6 ലക്ഷത്തിലധികം രൂപ തട്ടി എന്നതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം പോലീസിൽ അറിയുന്നത്. തുടർന്ന് പോലീസ് ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുന്നു. അങ്ങനെയാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. വിജിലൻസിനും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസും പരിശോധന നടത്തിയിരിക്കുകയാണ്. വിജിലൻസിൽ കേസെടുക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഗുജറാത്ത് പോലീസ് തെരഞ്ഞു വന്ന സൈബർ തട്ടിപ്പിൽ ഉൾപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും അവരെ അവിടേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് പണം വാങ്ങുക എന്നത് ഗൗരവതരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ എതിരെ ഇപ്പോൾ വകുപ്പ് തല നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ കേസിന്റെ മറ്റു വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാകും. ഇപ്പോൾ പ്രാഥമിക വിവരമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പണം വാങ്ങൽ, അതോടൊപ്പം ഈ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിരിക്കുന്നത്. അതിൽ വിജിലൻസ് സംഘം അടക്കം വിശദമായൊരു എൻക്വയറിയിലേക്ക് പോകും എന്നതാണ് ഇപ്പോൾ അറിയാനും സാധിക്കുന്നത്. ഇന്നലെ എറണാകുളത്ത് റൂറലിൽ കാലടി സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള സുബീറും സസ്പെൻഷനിൽ പോയിരുന്നു. അത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. അതായത് ഈ ലഹരി ഇടപാടിനടക്കം ഒത്താശ ചെയ്തു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും വിവരവുമായി പുറത്തു വന്നിരുന്നത്. കൊച്ചി സിറ്റിയിൽ ഒരു യുവതിയോട് അതിക്രമം കാണിച്ചതിന്, സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് വന്നു. പള്ളുരുത്തി സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള വിജേഷിനെതിരെയാണ് കേസ് വന്നത്. ആ വിജേഷും സസ്പെൻഷനിൽ പോയിരുന്നു. അങ്ങനെ 2 ദിവസത്തിനിടയ്ക്ക് 6 പോലീസ് ഉദ്യോഗസ്ഥരാണ് എറണാകുളം ജില്ലയിൽ സസ്പെൻഷനിൽ പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ പോയിരിക്കുന്ന 4 പേർക്കെതിരെയുള്ള ആരോപണവും അത് വളരെ ഗൗരവമുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം പരിശോധിക്കും. ഇതിൽ ഈ ഗുജറാത്തിൽ നിന്നെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പങ്കുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഈ കേസിന് മെറിറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും അന്വേഷിച്ച് വരികയാണ് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.